പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അനിശ്ചിതകാല വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി ബിജെപി സംസ്ഥാന ജില്ലാ നേതാക്കൾ സമരപ്പന്തലിൽ എത്തി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നത് സർക്കാരിന്റെ വിടുവായുത്തം മാത്രമാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ച് 10 വർഷമായിട്ടും സർക്കാർ യാതൊരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതായതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. കോളേജിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് ബിജെപി നേതാക്കൾ പിന്തുണ അറിയിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സമരപ്പന്തൽ സന്ദർശിച്ച ശേഷമായിരുന്നു സമരത്തിന് പിന്തുണ അറിയിച്ചത്. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നത് സർക്കാരിന്റെ വിടുവായുത്തം മാത്രമാണെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു. 10 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്നും ബാലാരിഷ്ടതയിലാണ്. വിഷയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെയും ദേശീയ SC/ST കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാണം 2014 ആരംഭിച്ചു. ചികിത്സാ രംഗത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന കേരളത്തിലെ ഒരു ജില്ലയാണ് പാലക്കാട്. പാലക്കാട്ടുകാർ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും ഈ മെഡിക്കൽ കോളേജിൽ ഇനി ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ 7 മണിക്കൂറോളം കോളേജ് ഡയറക്ടർ ഡോക്ടർ OK മണിയെയും പ്രിൻസിപ്പലിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിനയകുമാറിനെയും മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചിരുന്നു. പോലീസ് ബലമായി പ്രവർത്തകരെ ഒഴിപ്പിച്ചാണ് രാത്രി 8 മണിയോടെ ഇരുവരെയും മോചിപ്പിച്ചത്. പിന്നാലെ മന്ത്രിതലത്തിൽ ചർച്ച നടത്തിയെങ്കിലും ചർച്ച പരാജയപ്പെട്ടിരുന്നു. നിലവിൽ സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ജനം, പാലക്കാട്.